അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സഹോദരങ്ങളെ, പരിശുദ്ധമായ ആശൂറ ദിവസം നമ്മിലേക്ക് കടന്നു വരികയാണ്. വലിയ മഹത്വമുള്ള ദിവസമാണ് മുഹറമിലെ 10ാമത്തെ ദിവസം ആശൂറ ദിവസം എന്ന് നമുക്കറിയാം. ഏറ്റവും മഹത്തായ മാസമാണ് ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാന്റെ മാസം എന്ന് അറിയപ്പെട്ട മുഹറം മാസം. റമളാനിന്റെ ശേഷം ഏറ്റവും മഹത്തായ മാസമാണ് മുഹറം മാസം. ആ മുഹറം മാസത്തിലെ ഏറ്റവും മഹത്തായ ദിവസമാണ് ആശൂറ ദിവസം, മുഹറം 10ാമത്തെ ദിവസം. മഹാന്മാരായ അമ്പിയാക്കൾക്ക് വലിയ വിജയം ലഭിച്ച, അവര് അനുഭവിച്ച അഗ്നി പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയ ഒരു മഹത്തായ ദിവസമാണ് മുഹറം 10ലെ ആശൂറ ദിവസം. അന്നത്തെ ദിവസം ചെയ്യേണ്ട ഒരുപാട് അമാലുകളുണ്ട്. അതെല്ലാം ഈ ക്ലാസ്സിൽ നമുക്ക് പറയാൻ സമയം കിട്ടൂല. ഏറ്റവും പ്രധാനപ്പെട്ട 2-3 അമാലുകൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. മുഹറമിലെ 10ാമത്തെ ദിവസം ആശൂറ ദിവസം നാം ചെയ്യേണ്ട ഏറ്റവും മഹത്തായ ഒരു അമലാണ് തന്റെ കുടുംബത്തിനേക്ക്, താൻ ചെലവെടുക്കുന്നവർക്ക് നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കുക എന്നുള്ളത്. ഒരു ഹദീസിൽ കാണാം, മൻ വസ്സഅ അലാ ഇയാലിഹി വ അഹ്ലിഹി ഫി യൗമി ആശൂറ വസ്സഅ അല്ലാഹു ഫി ദാലിക്കൽ ആം. തന്റെ കുടുംബത്തിനേക്ക് താൻ ചെലവെടുക്കുന്നവർക്ക് ആശൂറ ദിവസം ഭക്ഷണത്തിൽ വിശാലത ചെയ്തു കൊടുത്താൽ ആ വർഷം മുഴുവനും അള്ളാഹു അവന്റെ എല്ലാ കാര്യത്തിലും വിശാലത ചെയ്തു കൊടുക്കും. അവന്റെ ജോലിയിൽ, അവന്റെ കച്ചവടത്തിൽ, ബിസിനസ്സിൽ, വീട്ടിൽ, ഭാര്യ, മക്കൾ, കുടുംബത്തിൽ, എല്ലാ ഹലാലായ മേഖലകളിലും അള്ളാഹു വലിയ വിശാലത ചെയ്തു കൊടുക്കുമെന്ന് ഹദീസിൽ കാണാം. ഇത് ഒരുപാട് മഹാന്മാര് അവരുടെ ജീവിതത്തിൽ പരീക്ഷിച്ച് ഫലം കിട്ടിയ ഒരു അമലാണ്. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന എന്ന വലിയൊരു മഹാൻ, ആ മഹാന് 50 വർഷത്തോളം ഈ കാര്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ 50 വർഷത്തിന്റെ ഇടയിൽ എന്റെ ജീവിതത്തിൽ ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ടും, ഒരു ദാരിദ്ര്യം എനിക്ക് വന്നിട്ടില്ല. അത് വലിയൊരു അമലാണ്. അതേപോലെ തന്നെ ദിക്റുകളും ദുആകളും ഒരുപാടുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും മഹത്തായ ഒരു ചെറിയ ദിക്ർ, എല്ലാവർക്കും ചൊല്ലാൻ പറ്റിയ ഒരു ദിക്റാണ് ആശൂറ ദിവസം ചൊല്ലേണ്ട ഒരു ദിക്റാണ്. മൻ ഖാല ഫീ യൗമി ആശൂറ 70 മറ, 70 പ്രാവശ്യം ആശൂറ ദിവസം ഒരാളെ ചൊല്ലിയാൽ ഹസ്ബിയല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ, ചെറിയൊരു ദിക്റാണ്. 70 പ്രാവശ്യം ചൊല്ലിയാൽ കഫാഹുല്ലാഹു തആല ശർറ ദാലിക്കൽ ആം, ആ വർഷം സംഭവിക്കുന്ന എന്തെല്ലാം ഷറുകളുണ്ടോ, ഏതെല്ലാം ഭാഗത്തിലൂടെ വരുന്ന ഷറുകൾ, ആകാശങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്നു, ഭൂമികളിൽ നിന്ന് പൊങ്ങി വരുന്നു, എല്ലാ ഷറുകളിൽ നിന്നും അള്ളാഹുവിനെ രക്ഷപ്പെടുത്തും. മാത്രമല്ല ഈ ദിക്റിലേക്ക് വലിയ മഹത്വമുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ജീവിതത്തിൽ പതിവാക്കിയ ഒരു ദിക്റാണ്. കാന ആഖിറു ഖൗലി ഇബ്രാഹിം ഹീന ഉൽഖിയ ഫിന്നാർ, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് അറിയപ്പെടുന്ന സമയം അവസാനമായി ഈ ദിക്ർ ചൊല്ലിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉച്ചരിച്ചത് എന്ന് ഹദീസുകളിൽ കാണാം. ഇങ്ങനെ ഒരുപാട് ദിക്റുകളുണ്ട്, ദുആകളുണ്ട്. ബിസ്മില്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ദിക്ർ ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ അധികരിപ്പിക്കാം, അസ്തഗ്ഫിറുല്ലാഹ് അധികരിപ്പിക്കാം, സ്വലാത്തുകൾ അധികരിപ്പിക്കുക, സ്വതക്കകൾ ചെയ്യുക. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് ഈ പരിശുദ്ധമായ ആശൂറ ദിവസം നാം ധന്യമാക്കുക. ദുആക്ക് ഇജാബത്തുള്ള ദിവസമാണ്. നമ്മുടെ എല്ലാ ദുആകളും അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും, പ്രയാസങ്ങളും, ബുദ്ധിമുട്ടുകളും, രോഗങ്ങളും, അസുഖങ്ങളും, കടങ്ങളും മാറ്റി അല്ലാഹു ജീവിതത്തിൽ ഖൈറും ബറക്കത്തും സന്തോഷം നൽകി അല്ലാഹുവിനെ അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.